എന്റെ പൊന്നണ്ണ, ഈ പശു എന്നൊക്കെ പറഞ്ഞ അത്ര നിസ്സാരം എന്നാണ്. പശുവിനെ വളർത്തി അതിന്റെ പാലെടുത്ത് വിറ്റ് അതിന്റെ ചാണകം കേൾക്കുമ്പോ തന്നെ ഭ്രാന്ത് ഓടിക്കണം. ഈ പശു എന്ന് പറയുമ്പോ തന്നെ എനിക്ക് ആ സിനിമയാണ് ഓർമ്മ പറഞ്ഞത്. മറ്റേ മോഹൻലാൽ നാടോടിക്കാറ്റ്. അതൊക്കെ നടക്കണ കാര്യമാണ്. അതൊക്കെ വിട്, നടക്കൂല. വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ. സാധനമുണ്ട് പുതിയൊരു സാധനമുണ്ട്. എന്തോ? ആനയെ വളർത്താം. ബെസ്റ്റ്. നിനക്കെന്താടി ഒരു പുച്ഛം ആനയെ വളർത്തൽ എന്ന് പറഞ്ഞല്ല? പശു എവിടെ പറ്റില്ല എന്ന് പറയുമ്പോ ആനയാണോ കൊണ്ടുവരുന്നത്? ഇവിടെ ആന വളർത്തൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഭമുള്ള ബിസിനസ്. അത് അറിയാവോ? നിനക്കറിയാവോ? ഒരു ആനയെ വാങ്ങിച്ചോട്ട് നിർത്തി കഴിഞ്ഞാല് അതിനെ കൂപ്പിൽ തടി പിടിക്കാൻ കൊണ്ടുപോവാം. ഒരു ദിവസം റേറ്റ് എത്രയാണെന്നറിയാവോ? എനിക്കറിഞ്ഞൂടാ, ഭയങ്കര റേറ്റാ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോവാം. അങ്ങനൊക്കെ ഒരുപാട് കാശ് കിട്ടുന്ന പരിപാടിയുണ്ട് ആനയ്ക്ക്. പിന്നെ അതുപോലെ നമ്മള് ആരം കഴിക്കുന്നതിന്റെ കൂട്ട് ബിരിയാണിയോ നെയ്ച്ചോറോ ഒന്നും കൊടുക്കണ്ട. ഇച്ചിരി മടല്, ഇച്ചിരി തീറ്റ പുല്ല് വെട്ടി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇച്ചിരി വെള്ളവും. പിന്നെ കുളിപ്പിക്കണം, ഡെയിലി കുളിപ്പിക്കണം. അങ്ങനെ പ്രശ്നമുള്ളൂ. ആ കുളിപ്പിക്കുന്ന ആരും നീ ഏറ്റി കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും പറ്റിയ ബിസിനസ് ആന ബിസിനസ്സാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അല്ല, പിടിയാനയാണെങ്കിൽ ചിലപ്പോൾ പ്രസവിക്കും, കുഞ്ഞിനെ കിട്ടും. പക്ഷെ അണ്ണാ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തോന്ന്? ആനക്കിടക്കിടയ്ക്ക് മതമുളകും. അങ്ങനെ പറ്റിയാലേ അത് തുമ്പിക്കെടുത്ത് നമ്മളെ ചെവരത്തെ ഒട്ടിക്കും. എടി, അത് മനുഷ്യർ ഏതെല്ലാം രൂപത്തിൽ മരിക്കുന്നു. ആക്സിഡന്റ് പറ്റി എത്ര ലക്ഷക്കണക്കിന് പേര് മരിക്കുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മരണമെന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാനൊന്നും പറ്റത്തില്ല. അത് ആനയെങ്ങാനും കുത്തി കൊല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് ഭയങ്കര മാർക്കറ്റല്ലയോ. ഇടി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും ഷൂട്ട് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര വരുമാനം വന്നതാണ്. ഒരു അന്തസ്സുള്ള മരണം, ആനയായിട്ടുള്ള മരണം. അത് തന്നെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്താ ഇപ്പൊ നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവണോ, ഒന്ന് പറഞ്ഞ. അങ്ങനെ മനസ്സിലായില്ലേ? അവൻ ഭയങ്കര വ്ളോഗറാണ്. അയ്യോടി, ഈ കുഞ്ഞു പ്രായത്തിലോ? എന്നിട്ട് ആശുപത്രിയിലൊന്നും കാണിച്ചില്ലേ? ഒന്ന് പോണ. വ്ളോഗർ എന്ന് പറഞ്ഞാൽ മറ്റേ യൂട്യൂബിലൊക്കെ മറ്റേ ഫോൺ എടുത്തിട്ട് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടൂലേ? അതാണ്. നമ്മുടെ മാമനൊരു സഹായം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ വന്ന് നിൽക്കുന്നതാണ്. അവിടെ സഹായിക്കൊന്നും ഇല്ല, അവൻ വ്ളോഗ് എടുപ്പാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ സ്കൂളിൽ പോകണ്ടല്ലോ, അതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു ഉഴപ്പനാണ്. ശങ്കരനാണ് അവന്റെ പേര്. എന്റെ വീട്ടിൽ ഇതേ സ്വഭാവമായിരുന്നു. സ്കൂളിൽ പോകാൻ മടിയാ. അത് ഞാൻ വേറെ എന്തെങ്കിലും വ്ളോഗ്, യൂട്യൂബ്. ഒരു കാര്യം പറയട്ടോ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട യൂട്യൂബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതാണെങ്കിൽ ആദ്യം ഒരു മൊബൈല് വേണം. അതുകൊണ്ട് അതായതുകൊണ്ട് ആനയും പോത്തും ഒന്നും വേണ്ട, ഒരു മൊബൈൽ. അതൊന്നും വീഡിയോ ഇട്ട് തന്നെ ഫേമസ് ആയ പിന്നെ ഒരുപാട് ക്യാഷിന്റെ മേളമായിരിക്കും. പറയുന്നത് സത്യമാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വീഡിയോ ഇട്ടാ മതി 10-15 കോടി രൂപയാ കിട്ടുന്നത്. 5 ലക്ഷം കിട്ടും. 15,000 കിട്ടും. 15,000 കിട്ടും. യൂട്യൂബിനെ കുറിച്ച് വലിയ പിടുത്തമില്ലെന്ന് തോന്നുന്നു. കൊച്ചു വായി വലിയ വർത്താനം പറഞ്ഞോണ്ട് വരുന്നോ? സത്യം പറയുമ്പോ എല്ലാ സത്യങ്ങളും അങ്ങനെ അങ്ങ് ഇവിടെ അതല്ല വിഷയം. നമുക്ക് പ്ലാൻ ചെയ്യണം, പൈസ ഉണ്ടാക്കണം, രക്ഷപ്പെടണം, വൈറലാവണം, ഷൂട്ട് ചെയ്യണം. നല്ല പരിപാടിയാണ്. പിന്നെ ഇവിടെ സ്ത്രീ ശാക്തീകരണമാണ് നടക്കാൻ പോകുന്നത്. സ്ത്രീ ശാക്തീകരണം ഉണ്ടാവണം. സ്ത്രീ ശാക്തീകരണം ഉണ്ടായാലേ നമ്മുടെ സമൂഹം നന്നാവും. നമ്മുടെ സമൂഹം നന്നായാലേ നമ്മുടെ പഞ്ചായത്ത് നന്നാവും. നമ്മുടെ പഞ്ചായത്ത് നന്നായാലേ നമ്മുടെ വില്ലേജ് നന്നാവും. നമ്മുടെ വില്ലേജ് നന്നായാലേ നമ്മുടെ താലൂക്ക് നന്നാവും. നമ്മുടെ താലൂക്ക് നന്നായാലേ നമ്മുടെ ജില്ല. ആദ്യം നമുക്കൊന്ന് നന്നാവാം, രക്ഷപ്പെടാം. അല്ല മതി, അതിനൊന്ന് സഹായിക്കൂ. സപ്പോർട്ട്. നീ കുറച്ച് മോട്ടിവേഷൻ താടാ. ചേച്ചിക്ക് നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. അത്രയുള്ള ശരി, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ്. കട്ട സപ്പോർട്ട് എടുത്തോണ്ട് വാങ്ങാം.
അച്ഛാ ഇങ്ങനെ പൊളിച്ച് ആടിക്ക് സൂപ്പറാക്കി ഞാൻ കൊടുക്കും. നീ എന്തൊരുമാതിരി ഇരിക്കണേ? എന്തൊരുമാതിരി ഇരിക്കണേ? ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടോ. പൈസ ഒഴിച്ച് ബാക്കി എന്തുവാണോ ചോദിച്ചു. ആ പൈസയുടെ ഒരു കാര്യം തന്നെ. അല്ല അമ്മ ഉള്ള സമയത്ത് ആ ഈ വീട്ടിൽ ചിലവൊക്കെ അച്ഛനാ നോക്കിയത് അതോ അമ്മയെ നോക്കിയത്? ഇടാ അത് നീ അറിയണ്ട. അമ്മയുള്ള സമയത്ത് ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം എല്ലാം മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്നില്ലേ? അതൊക്കെ തന്നെ അച്ഛൻ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ആ ചിലവാര് നോക്കിക്കൊണ്ടിരുന്നു, അച്ഛനാ അമ്മയെ? ചിലവ് അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കുന്ന പൈസ അവൾ മിച്ചം പിടിച്ച് അതിൽ നിന്ന് ചെലവാക്കി കൊണ്ടിരുന്നു. എന്ത് ഇപ്പം എന്ത് പ്രശ്നം എന്തെന്ന് പറ. അല്ല ചിന്നു പൈസ ചോദിച്ചു, ആ അപ്പൊ ഞാൻ കണക്ക് ചോദിച്ചു. അയ്യോ മോരെ മണ്ട, ആരെങ്കിലും പെണ്ണുങ്ങളുടെ കണക്ക് ചോദിക്കും? ഇത് ഇവിടെ കണക്ക് ചോദിച്ചാൽ അവർക്ക് കണക്ക് പറയാൻ കറക്റ്റാ പറഞ്ഞുതരും. അതേ സമയത്ത് അവര് നമ്മുടെ കണക്ക് ചോദിച്ചു നോക്ക്, നമുക്ക് പറയാവൂല. നമ്മളെ തപ്പായി. നീ എന്തോന്ന് കാണിച്ചത്? ഇപ്പൊ എന്തിനാണ് ഇവിടുത്തെ പ്രശ്നം? എന്തിനാണ് പ്രശ്നം? അവള് ഇപ്പൊ എന്തൊരു ബിസിനസ് തുടങ്ങാൻ പോണം. ബിസിനസ് തുടങ്ങാമോ? ഓ എന്തൊരു ബിസിനസ്സാ എന്തോ തുടങ്ങാൻ പോണം. എന്തൊരു ബിസിനസ് അവിടെ തുടങ്ങട്ടെ, നല്ല കാര്യം അല്ലേ? ഓ നല്ല കാര്യം തന്നെ. അവള് എന്തൊരു ചെയ്താലും നിനക്ക് ഇഷ്ടപ്പെടൂല. നല്ല കാര്യമാണ് പെങ്കൊച്ച ചെയ്യണത്. എവിടെയും കയറി ഇടപെടി കിട്ടുള്ളൂ. കഷ്ടം തന്നെടാ അവന്റെ കാര്യം.